രണ്ട് മോമിനികൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ മലക്കൾ അത്ഭുതത്തോട് ചോദിക്കുമത്രേ, ഇതെന്തും മനുഷ്യന്മാരാണ് ഇത്രയും കൂലി വെച്ചിട്ട് മിണ്ടാണ്ടും. ഓ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടല്ലേ, ശരി. അങ്ങനെ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, അവർ സലാം പറയാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരാളെ പുതിയ കിട്ടണ്ടേ സലാം പറയാൻ, വീട്ടുകാരോട് തന്നെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഇതെന്താ ഷാദുൽ റാത്തീബ് ഇങ്ങനെ പറഞ്ഞുകൊടുക്കാൻ? അങ്ങനെ സുന്നത്തില്ലല്ലോ. ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും തീർന്ന്. ഈ സലാമിന്റെ കൂലി കേട്ടിട്ട് ഇപ്പം പരസ്പരം സലാം പറയൽ സുന്നത്തുണ്ടോ? അത് നിങ്ങൾ മീറ്റ് ആൻഡ് സെപ്പറേറ്റ്. കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം, പിരിയുമ്പോഴും സലാം പറയണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കല. അങ്ങനെ സുന്നത്തുണ്ടോ? ഇല്ല. അങ്ങനെ സുന്നത്തുണ്ടോ? ഇല്ല. അപ്പൊ ഒരു പുതിയ ആളെ കിട്ടാൻ വേണ്ടി, സലാം പറയാൻ ഒരാളെ കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് ടൗണിലേക്ക് മറ്റൊക്കെ പോകത്ര. എന്തിന്? ഒരു പുതിയ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും വലിയ കൂലിയുണ്ട് സലാം പറച്ചിലിന്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ആ നന്മ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. മദ്രസയിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഓഫീസിൽ നിന്നോ എവിടെന്നെങ്കിലൊക്കെ വരുന്ന മക്കൾ സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചു കാലം ഉമ്മമാര് ജാഗ്രത കാണിച്ചിട്ട്, ഇന്ന് സലാം പറഞ്ഞില്ല, ഉമ്മ കേട്ടിട്ടില്ലല്ലോ, പറയും അസ്സലാമു അലൈക്കും. 2 വട്ടം അങ്ങനെ ഒന്ന് ശീലിപ്പിച്ചാൽ മതി. അവന്റെ 65 കൊല്ലവും ആ ശീലം കൊണ്ട് നടക്കും. അതിന്റെ കൂലി നമുക്ക് കിട്ടുകയും ചെയ്യും.